ഫ്ലാഷ് ബാക്ക്. അതിനൊക്കെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ നീലക്കോയിൽ എന്ന് പറയുന്ന ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് വർക്കാത്തവൻ താനാണ്, ഞാനാണ്. അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തെറി വിളിക്കും, തന്തക്ക് വിളിക്കും. നീല കണ്ട അതെ, ആ ചേട്ടാനെ അവൻ എന്റെ കയ്യെ കിട്ടിയാണല്ലോ ഇടിച്ചവന്റെ. നീലക്കോയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ച ഒരു നാറിയാണവന്. അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട്, ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ആരാന്നറിയില്ല, ഒരു ലൊട്ട. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? നാണവും മാനുണ്ടാടാ നാറി. പണിയെടുത്ത് ജീവിക്കണ പോയിട്ട്. ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടായി പോയത്. ഭാഗ്യമായി പോയെന്ന് പറ, ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയേനെ. A few moments later. തൊപ്പിയ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എന്തുവാടാ നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ ഭയങ്കര എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലട എന്റെ തന്ത. നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണിച്ചോല്ലാത്ത തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. നായിന്റെ മോനെ, ഇന്റെ മുട്ടുകാലം വറക്കൂല. നായിന്റെ മോനെ, ഒരു വകതിരിവില്ലാത്ത മലയാളി. നായിന്റെ മോനെ അടിച്ചിട മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും. വേറെന്തോ വലുത് വരാനിരുന്ന വേണ്ട, എനിക്കുണ്ട്. എന്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താണ് നായ വിചാരിച്ചത്? ഞാൻ കിടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ. ഒന്ന് മാറിനേട്ടാ, കാറ്റുകൊള്ളട്ടെ. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായെ. എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ജീവൻ